കാരണം ചൈനയെ പോലുള്ള ഒരു ശത്രു രാജ്യം ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ നമ്മുടെ ധീര ജവാന്മാരെ വധിക്കുമ്പോൾ അതിലൊക്കെ രാഷ്ട്രീയം കണ്ടെത്തി താല്പര്യം, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവര് എന്താ പറയണ്ടേ? രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മര്യാദയാണോ? നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് പൊര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന്. ആ നിലയിലേക്ക് പ്രതിപക്ഷ കക്ഷികളും അതിൻ്റെ നേതാക്കന്മാരും പോയാൽ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, വിലയിരുത്തേണ്ടത്? ഞാൻ സൂചിപ്പിച്ചത് കിഴക്കൻ ലഡാക്കില് ചൈനീസ് പട്ടാളം നടത്തിയ മൃഗീയമായ ആക്രമണമുണ്ട്. നമ്മുടെ 20 ധീര ജവാന്മാരുടെ വീരമൃത്യുവിന് വഴിവെച്ച സംഭവമാണ്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് തയ്യാറായാലോ? പ്രതിപക്ഷത്തെ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദി എലിമെന്റ്സും അതിൻ്റെ പിന്നാലെ പോയാലോ? അതിനെ ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? പണ്ട് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് പിടിച്ചടക്കിയ സമയത്ത് ഇന്ദിരാഗാന്ധിയെ പാടിപ്പുകഴ്ത്താൻ ജനസംഘം തയ്യാറായിട്ടുണ്ട്. അതാണ് പ്രതിപക്ഷത്തിന്റെ മഹിമ. ഇവിടെ ചതി, ചൈന കാണിച്ചത് ചതിയാണെന്നറിയാം. ചതിപ്രയോഗമാണ് ബീജിങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ചതിയെ ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നാലോ? രാഹുൽ ഗാന്ധി മുതൽ താഴെ തട്ടിലുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർ വരെ ഇന്ന് അതാണ് ചെയ്യുന്നത്. സാധാരണ ചൈനയെ ന്യായീകരിക്കാൻ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാറുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്, മാർക്സിസ്റ്റുകാര്. അവർക്കൊപ്പം BJPയെ എതിർക്കുന്ന ജിഹാദികളും വരാറുണ്ട്. ഇന്നിപ്പോ കാണുന്ന ഒരു വ്യത്യാസം, അവര് വളരെ തന്ത്രപൂർവം മൗനം ദീക്ഷിക്കുന്നു. അവര് പരസ്യമായിട്ട് ചൈനയെ തള്ളിപ്പറയാൻ തയ്യാറല്ല. ഇന്ത്യൻ നിലപാടിനൊപ്പം പരസ്യമായിട്ട് നിൽക്കാനും തയ്യാറല്ല. പക്ഷെ പരസ്യമായിട്ട് ഗവൺമെന്റിനെ തള്ളിപ്പറയാൻ, ഒരു സൈനികരെ അധിക്ഷേപിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും തയ്യാറാകുന്നില്ല. പലരും തയ്യാറാകുന്നില്ല. അതിൽ ചിലരൊക്കെ പ്രത്യക്ഷ നിലപാടെടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിലൊരു പാർട്ടി ലൈനിൽ ഒരു വ്യത്യാസമുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ തന്ത്രമാകാം. ജിഹാദികൾ എപ്പോഴും അങ്ങനെയാണല്ലോ, പതിഞ്ഞിരുന്ന് പിന്നിൽ നിന്ന് കുത്തുന്നതാണ് അവരുടെ ശൈലി. അതേ ശൈലി കമ്മ്യൂണിസ്റ്റുകാരനും ഏറ്റെടുത്തതാണോ എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ കോൺഗ്രസ്സുകാരൻ നാണമില്ലാതെ വന്നിട്ട് ചൈനയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. നമ്മുടെ 20 സൈനികർ ബലിദാനികളായതിനെ കുറിച്ച് അവർക്ക് ഒരു സങ്കോചവുമില്ല, വേദനയില്ല. ചാനൽ ചർച്ചകളിലൊക്കെ നമ്മളത് കാണുന്നു. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ലഡാക്ക് അതിർത്തിയിൽ സൈനികര് തോക്കില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് അവർ ചൈനീസ് പട്ടാളത്തിന് നേരെ വെടിവെക്കാതിരുന്നത്? എനിക്ക് സഹതാപമാണ് കോൺഗ്രസ്സുകാരോട്. രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ പോലും അത്തരം വിവരം കേട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്താണ്, അതായത് ആദ്യത്തെ കരാർ ചൈനയുമായിട്ടുണ്ടാക്കുന്നത്, ഇത് സംബന്ധിച്ച കരാർ ഉണ്ടാക്കുന്നത് ദേവഗൌഡ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ദേവഗൌഡ ആരുടെ പ്രധാനമന്ത്രിയായിരുന്നു? പിന്നീട് 2005 അപ്പോഴും കോൺഗ്രസിന്റെ ഭരണം തന്നെയാണ്, UPA-യുടെ ഭരണം തന്നെയാണ്. അപ്പോഴാണ് ചൈനയുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നത്. അതിർത്തിയുടെ ലൈൻ ഓഫ് കൺട്രോളിന്റെ 2 കിലോമീറ്റർ ഭാഗത്ത് 2 കൂട്ടരും ആയുധം ഉപയോഗിച്ചുകൂടാ, കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചുകൂടാ.
പരസ്പരം ആയുധം എടുത്ത് പോരാടിക്കൂടാ എന്നുള്ള ധാരണാപത്രം ഇന്ത്യയും ചൈനയും ഒപ്പിട്ടിരിക്കുന്നു. ആ ധാരണ പാലിക്കുകയാണ് സൈനികർ ചെയ്തത്. അവരുടെ കയ്യിൽ തോക്കില്ലാഞ്ഞിട്ടല്ല, തോക്കിന്റെ പാത്തി കൊണ്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, വെടിവെക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. അവരുടെ മാതൃരാജ്യം, അവരുടെ രാജ്യം ഉണ്ടാക്കിയ കരാറ് പാലിക്കണമെന്ന ആ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മുടെ സൈനികർ ശ്രദ്ധിച്ചു എന്നതാണ് പ്രധാനം. അത് മാതൃരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാവില്ല, ഈ മാതൃസ്നേഹം. മാതൃഭൂമി ഒന്ന് ഉണ്ടെന്ന് തോന്നിയാലല്ലേ മാതൃസ്നേഹം ഉണ്ടാവുള്ളൂ. അതൊരു കഷ്ടമാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്ന് വിദേശകാര്യ സെക്രട്ടറി, വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ജയശങ്കർ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവഗൌഡയുടെ കാലത്തും 2006 ചൈനയുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് എന്ന്. എന്നിട്ടും കോൺഗ്രസ്സുകാർ ചോദിക്കുക എന്തുകൊണ്ടാണ് വെടി താക്കും കൊണ്ട് പോവാതിരുന്നതെന്ന്. അവരോട് പുച്ഛത്തോടെ അല്ലാതെ അവരോട് എന്താ പറയാൻ കഴിയുക? അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോടുള്ള ആക്രമണമാണ് എന്ന് കരുതുന്നുണ്ടാവും പ്രത്യക്ഷത്തിൽ. ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഇതൊരു കൺസെർട്ടഡ് എഫർട്ടാണ്, ഒരു മനഃപൂർവ്വമുള്ള ശ്രമമാണ് നമ്മുടെ ധീര ജവാന്മാരുടെ ആത്മവീര്യം തകർക്കാനുള്ള. അത് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ സൈനികരുടെ ആത്മവീര്യം തകർക്കേണ്ടത് ആരുടെ ആവശ്യം? ചൈനയുടെ ആവശ്യമാണ്, പാകിസ്ഥാന്റെ ആവശ്യമാണ്. ആ ദൗത്യമാണ് കോൺഗ്രസ്സുകാർ ഇന്ന് പരസ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇതിനു മുമ്പും അവരത് ചെയ്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിന്റെ വേള ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏറെ പഴക്കമില്ലല്ലോ, വാജ്പേയി ഗവൺമെന്റിന്റെ കാലമാണത്. കാർഗിലിലേക്ക് പാക് പട്ടാളം വന്ന് കയറുകയായിരുന്നു. നമ്മൾ ആ മലനിരകൾ കയറി ഇറങ്ങി പാക് പട്ടാളത്തെ തുരത്തി. ഇന്ത്യ വിജയിച്ചു യുദ്ധം. നമ്മളവിടെ വെന്നിക്കൊടി പാറിച്ചു, നമ്മുടെ ത്രിവർണ്ണ പതാക പാറിച്ചു. അവിടെ നമ്മുടെ കുറെ ധീര ജവാന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു, ബലിദാനികളായി. ആ സമയത്ത് കോൺഗ്രസ്സുകാർ എന്ത് വൃത്തികേട ചെയ്തതെന്നറിയാമോ? സൈനികരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി വാങ്ങിയ ശവപ്പെട്ടി ഇടപാടിൽ കമ്മീഷൻ പറ്റിയെന്നും പറഞ്ഞ് നമ്മുടെ ജവാന്മാർക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. നമ്മുടെ സൈനിക മേധാവികൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു പരസ്യമായിട്ട്. അത് ഏറ്റു പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും നടന്നു വന്നു. രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായിട്ടല്ല. ഡിഫൻസിലെ പർച്ചേസ് നടത്തുന്നത് ഡിഫൻസ് തലത്തിലാണ്, ആർമി ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലായിരുന്നു. അവസാനം അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണ റിപ്പോർട്ട് വന്നത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ്. CAG പരിശോധിക്കേണ്ടവരൊക്കെ പരിശോധിച്ചു. ഒരു ക്രമക്കേടും കണ്ടെത്തിയില്ല. ഒരു ക്രമക്കേടും ഉണ്ടായിരുന്നില്ല എന്ന് അന്നത്തെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ നിയുക്തരായവരൊക്കെ പറഞ്ഞു. എന്തായിരുന്നു കോൺഗ്രസ് ലക്ഷ്യമിട്ടത്? യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാന് മേൽക്കൈ ഉണ്ടാകുന്ന വിധത്തിൽ ഇന്ത്യൻ സേനയെ തളർത്തലായിരുന്നു. അങ്ങനെ വിചാരിക്കാനേ നമുക്ക് കഴിയും. പുൽവാമയിൽ എന്താ ഉണ്ടായത്? ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമാണ്, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള ഭീകര പ്രസ്ഥാനമാണ് അവിടെ ബോംബ് വെച്ചത്, സ്ഫോടനം നടത്തിയത്. നമ്മുടെ CRPF ജവാന്മാരാണ് ബലിദാനികളായത്, വീരമൃത്യു വരിച്ചത്. അതിനെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്താനാണ് ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറായത്. ലജ്ജയില്ലാത്ത രാഷ്ട്രീയം, മൂന്നാം കട രാഷ്ട്രീയം. ഓർമ്മയില്ലേ? വീണ്ടും പുൽവാമയിൽ അതേ ശ്രമം ഇതേ ഭീകര പ്രസ്ഥാനങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ ഇന്റലിജൻസും നമ്മുടെ സുരക്ഷാ സേനയും കൂടുതൽ ജാഗ്രത പുലർത്തി അവനെ പിടിക്കാൻ പറ്റി. ആ അപകടം ഒഴിവാക്കിയത് നമ്മൾ കണ്ടു. പുൽവാമയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചടിച്ചു അക്രമം നടത്തിയ പാകിസ്ഥാനെതിരായിട്ട് ശക്തമായ നടപടി.
ഭീകര ക്യാമ്പുകൾ നമ്മൾ തകർത്തില്ലേ അവരുടെ? അതാണ് ഇന്ത്യയുടെ ചരിത്രം. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ പോയി ചൈനയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്, ഇന്ത്യ അറിയേണ്ട വിഷയമാണ്. 2008 ഓഗസ്റ്റ് മാസത്തിൽ സോണിയാഗാന്ധിയും മക്കളും കൂടി ചൈന സന്ദർശിച്ചിരുന്നു. ചൈനയുടെ ക്ഷണപ്രകാരമാണ്. ബീജിംഗ് ഒളിമ്പിക്സിൻ്റെ കാലത്താണ്. അന്ന് അവിടെ വെച്ച് പലരുമായിട്ട് അവർ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പാകിസ്ഥാനിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ രഹസ്യ ചർച്ച നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുമുണ്ട്. പക്ഷെ 2008 ഓഗസ്റ്റിൽ കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടിരിക്കുന്നു. പരസ്പരം സഹകരിക്കാം, പരസ്പരം വിവരങ്ങൾ കൈമാറാം, പരസ്പരം ഒന്നിച്ച് നീങ്ങാം. ഇന്ത്യയുടെ ശത്രു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുന്നു. ആ MOUവിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെല്ലാം വിവരമാണ് കോൺഗ്രസ്സുകാർ ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ടാവുക? നമ്മുടെ ആഭ്യന്തര സുരക്ഷ പോലും സംബന്ധിച്ച രഹസ്യങ്ങൾ പോലും കൈമാറിയിട്ടില്ല എന്ന് കരുതാൻ പറ്റുമോ? ഇല്ല എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും, ഉണ്ടാവരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ചെയ്തിട്ടില്ലെന്നുള്ളതിന് എന്ത് സാക്ഷ്യപത്രമാണ് നമ്മുടെ മുമ്പിലുള്ള? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നാലെ നടക്കുന്നവരാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകാർ. അവർ പോലും ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ധാരണാപത്രമോ ഒന്നും വച്ചിട്ടുണ്ടാവില്ല. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അത് ചെയ്തിരിക്കുന്നു. ആ ധാരണാപത്രത്തിൻ്റെ വെളിച്ചത്തിലല്ലേ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത്? ആണെന്ന് വേണം കരുതാൻ. ഇതിപ്പോഴല്ല, ഡോക്ലാമിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ തോക്കും ചൂണ്ടിക്കൊണ്ട് ചൈനീസ് പട്ടാളം വന്നപ്പോൾ നമ്മളെ ധീരജവാന്മാരെ പ്രതിരോധിച്ചു. പിന്നാക്കം പോയി ചൈനീസ് പട്ടാളം. ആ സംഘർഷം മുട്ടി നിൽക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി തലയിലും മുണ്ടിട്ട് ചൈനീസ് എംബസി പോയി ചൈനീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? എന്തായിരുന്നു ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് ആ സമയത്ത്? ഈ 2008 MOUവിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ആ ചർച്ച? ഇന്ത്യയിലെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനാണോ? ഇന്ത്യ ഗവൺമെന്റിനെ ഞങ്ങൾ വിമർശിച്ചോളാം, നിങ്ങൾ ആഞ്ഞടിച്ചോളൂ എന്നുള്ള ഉറപ്പ് നൽകാനാണോ? മറന്നുകൂടാ ഇതൊന്നും. രാജ്യം ഇതൊന്നും മറക്കുന്നില്ല. ഇവരെ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ഓരോ ഇന്ത്യക്കാരനും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപം. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും അവിടെ പറയാവുന്നതൊക്കെ. പറയേണ്ടത് എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതൊക്കെ അദ്ദേഹം പറയും. പക്ഷെ ഗവൺമെൻറ് ഇത്തരമൊരു സന്ദർഭത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രി പറഞ്ഞു, പ്രതിരോധ മന്ത്രി പറഞ്ഞു, പ്രധാനമന്ത്രിയും പറഞ്ഞു സൈനികരുടെ ബലിദാനം വെറുതെ ആവില്ല എന്ന്. അതിലെല്ലാം ഉണ്ട്. അത് മനസ്സിലാകാത്ത രാഹുൽ ഗാന്ധിയോട് വേറൊന്നും വിശദീകരിക്കാനില്ല. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല. പണ്ട് A.K. ആന്റണിയും മൻമോഹൻ സിംഗും ഒക്കെ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ഒരു ധീര ജവാന്റെ തലയാർത്തുകൊണ്ട് പോയി പാകിസ്ഥാൻ പട്ടാളം. തലയില്ലാത്ത മൃതദേഹമാണ് അതിർത്തിയിൽ കൊണ്ടിട്ടിട്ട് പോയത്. ഇത്ര മാത്രം ഭീകരമായിട്ട് ഇന്ത്യൻ സൈന്യത്തോട് ഒരു കാലത്തും ഒരാളും പെരുമാറിയിട്ടില്ല. അത് സംഭവിച്ചത് ആന്റണിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും കാലഘട്ടത്തിലാണ്. അന്ന് അതിന് പ്രതികാരം ചെയ്യണമെന്ന് 3 സർവീസ് ചീഫുമാരും ആന്റണിയോട് ആവശ്യപ്പെട്ടു. അവസാനം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയപ്പോൾ മൻമോഹൻ സിംഗും ആന്റണിയും പറഞ്ഞതെന്താ? നമ്മൾ മിണ്ടണ്ട, ക്ഷമയാണ് നല്ലത്, സമാധാനമാണ് നല്ലതെന്നാണ്. സൈനികന്റെ തല അറക്കുമ്പോൾ പോലും മിണ്ടാതിരുന്ന കോൺഗ്രസ്സുകാർ ഇന്നിപ്പം നരേന്ദ്രമോദിക്കെതിരായിട്ട് കുരയ്ക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ കൂട്ടരാണ് പണ്ട് സിയാച്ചിൻ മുഷാറഫിന് തീർ എഴുതി കൊടുക്കാൻ പോയത്.
ഇന്ത്യയുടെ അന്നത്തെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ശ്യാം സരൺ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. തീരുമാനമായി കൊടുക്കാൻ അവസാന നിമിഷം ഭയന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. മുഷാറഫിന് മൻമോഹൻ സിംഗ് ഉറപ്പുവരെ കൊടുത്തതാണ് അത്രയും. അതിനെക്കുറിച്ച് അന്നത്തെ പാക് വിദേശകാര്യമന്ത്രിയായിരുന്ന കസൂരി തൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒളിച്ചുള്ള കച്ചവടമായിരുന്നില്ല, പരസ്യമായ കച്ചവടമായിരുന്നു അത് എന്നല്ലേ. 62 ലഡാക്കിൻ്റെ ഒരു വലിയ ഭാഗം ചൈനയ്ക്ക് സമ്മാനിച്ചത് ആരാ? കോൺഗ്രസ്സുകാരല്ലേ. 47 POK പാകിസ്ഥാന് സമ്മാനിച്ചത് ആരാ? നെഹ്റു അല്ലേ. അതൊക്കെ രാജ്യത്തിന് അറിയാം. നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 1 ഇഞ്ച് ഭൂമി ഒരാൾക്ക് കൊടുക്കില്ല, 1 ഇഞ്ച് ഭൂമി കൊടുക്കില്ല. അതാണ് ഇന്ത്യക്ക് മോഡി കൊടുക്കുന്ന ഉറപ്പ്, അതാണ് BJP രാജ്യത്തിന് കൊടുക്കുന്ന ഉറപ്പ്. കോൺഗ്രസ്സുകാർ ചൈനയുടെ കാല് നക്കി, ചെരുപ്പ് നക്കി നടന്നോളൂ. നമസ്കാരം.